ഹരിഹരന്റെ ഏറ്റവും മികച്ച സിനിമകളുടെ എല്ലാം പിന്നിലെ തൂലിക MT വാസുദേവൻ നായരായിരുന്നു. MT ഹരിഹരൻ ടീമിന്റെ സിനിമകൾ ഒരുപക്ഷെ മലയാളി ഇപ്പോഴും നെഞ്ചേറ്റുന്ന സിനിമകളാണ്. ഹരിഹരൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. MT വാസുദേവൻ നായരുടെ തൂലികയിൽ പിറന്ന കഥാപാത്രങ്ങളെ അഭ്രപാളിയിൽ ആവിഷ്കരിച്ച ഏറ്റവും പ്രശസ്തനായ സംവിധായകനാണ് ഹരിഹരൻ. MT ഹരിഹരൻ എന്നുള്ളത് മലയാള സിനിമയുടെ മേൽവിലാസമായിരുന്നു. പ്രിയപ്പെട്ട കഥാകാരന് അവസാനമായി യാത്രാമൊഴി നൽകുകയാണ് ഹരിഹരൻ. അത് ഹരിഹരനെ സംബന്ധിച്ച് ഈ നിമിഷം താങ്ങാവുന്നതിനും അപ്പുറമാണ്. MTയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ ഏറ്റവും മനോഹരമായി സ്ക്രീനിൽ ആവാഹിച്ച ഹരിഹരൻ MTക്ക് വിട നൽകുന്നു. ഏറ്റവും ഒടുവിൽ പഴശ്ശിരാജ വരെ MTയുടെ തൂലിക ഹരിഹരന് വേണ്ടി ചലിച്ചിട്ടുണ്ട്. ആ സമയത്ത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഹരിഹരൻ MTക്ക് വിട നൽകുകയാണ്. മോഹൻലാൽ പുലർച്ചെ തന്നെ MTക്ക് വിട നൽകാനായി എത്തിയിരുന്നു. മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ, താഴ്വാരത്തിലെയും സതയത്തിലെയും കഥാപാത്രങ്ങൾ MTയുടെ തൂലികയിൽ പിറന്നതാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ചന്തുവും അതുപോലെ തന്നെ സുഹൃതത്തിലെ കഥാപാത്രവും അത് MTയുടെ തൂലികയിൽ പിറന്നതാണ്. ഇപ്പോൾ മലയാള സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ കൂട്ടുകെട്ട് MT വാസുദേവൻ നായർ ഹരിഹരൻ എന്ന മേൽവിലാസമായിരുന്നുവെങ്കിൽ ഹരിഹരൻ ഇപ്പോൾ MTക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അമൃതം ഗമയ, പഴശ്ശിരാജ, പഞ്ചാഗ്നി, സർഗം, നഖക്ഷതങ്ങൾ, ഒരുപക്ഷെ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്ന്, ഒരു വടക്കൻ വീരഗാഥ, അങ്ങനെ അരണ്യകം, ഇങ്ങനെ എത്രയെത്ര ചിത്രങ്ങൾ എന്നാലോചിച്ചാൽ മാത്രം മതി. MT വാസുദേവൻ നായർക്ക് ഹരിഹരൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അഭിലാഷ, മലയാളികളുടെ മനസ്സിനെ അത്രയേറെ സ്വാധീനിച്ച എത്ര കഥാപാത്രങ്ങൾ ഇരുവരും ചേർന്ന് സൃഷ്ടിച്ചു എന്നതാണ്. എത്ര ഓർമ്മകളായിരിക്കും ഹരിഹരന്റെ മനസ്സിലൂടെ ഈ നിമിഷം കടന്നു പോകുന്നത്. പരിണയം എന്ന സിനിമ ഒരുപക്ഷെ മോത്തിക്ക് ഓർമ്മയുണ്ടാകും, ആരണ്യകം ഓർമ്മയുണ്ടാകും. ഇപ്പോഴും ടെലിവിഷനിൽ റിപ്പീറ്റായി കാണിച്ചാലും ഒരുപാട് ആളുകൾ കാണാനുള്ള സിനിമകൾ, MTയുടെയും ഹരിഹരന്റെയും കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ള സിനിമകൾ. ഒരു വടക്കൻ വീരഗാഥ മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ്. ഏറ്റവും വലിയ, ഇപ്പോഴും ഒരു തലമുറയാകെ നെഞ്ചേറ്റു വാങ്ങുന്ന ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. അങ്ങനെ MT ഹരിഹരൻ കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ള സിനിമകൾ അത് നമ്മളെ സംബന്ധിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള സിനിമകളാണ്. ആ സിനിമകൾ അവസാനം ഒരുപക്ഷെ ഈ മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടത്തിന് ശേഷവും MT വാസുദേവൻ നായരും ഹരിഹരനും ഒരുമിച്ചുണ്ടാവുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. മലയാളികൾക്ക് ഇതിലെ കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, അവരുടെ സംഭാഷണങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായി മനഃപാഠമാണ് എന്നതാണ് അഭിലാഷ് അതിൻ്റെ ഒരു പ്രത്യേകത. അത്രയേറെ ആ കഥാപാത്രങ്ങൾ ഓരോരുത്തരെയും അവരവരുടേതായ രീതിയിൽ സ്വാധീനിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും. നഖക്ഷതങ്ങൾ മോദിക്ക് ഓർമ്മയുണ്ടാവും. മോനിഷയുടെ നഖക്ഷതങ്ങൾ, മോനിഷ, MT ഹരിഹരൻ കൂട്ടുകെട്ടിലെ അവിസ്മരണീയമായ ഒരു സിനിമയാണ്. അതിനുശേഷം കുറെ കൂടി കാലം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ പഴശ്ശിരാജ വരെ ഉള്ള സിനിമകളിലേക്ക് നമുക്ക് കാണാം. ഹരിഹരൻ MT കൂട്ടുകെട്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകൾ സംഭാവന ചെയ്ത കൂട്ടുകെട്ടാണ്. ഇപ്പോൾ ഹരിഹരൻ തൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന് വിട നൽകുകയാണ്. MTയുടെ തൂലികയിൽ ഹരിഹരന്റെ ക്യാമറയിൽ ഇരിഞ്ഞ കഥാപാത്രങ്ങൾ. ഈ എഴുത്തും സിനിമയും ഒന്നും ഒരിക്കലും കാലഹരണപ്പെട്ടു പോകുന്നില്ല എന്നതാണ്. പലപ്പോഴും കാലങ്ങൾ താണ്ടി പോകുമ്പോൾ ചില സൃഷ്ടികൾ കാലയവനേക്ക് പിന്നിലേക്ക്
തഴഞ്ഞു പോകപ്പെടാറുണ്ട്. പക്ഷേ എം ടിയുടെയും ഹരിഹരൻ്റെയും കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളായാലും എം ടിയുടെ എഴുത്തുകളായാലും ഒക്കെ ഓരോ കാലഘട്ടത്തിലും പുതിയത് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. മലയാള സിനിമയെ സംബന്ധിച്ചും മലയാള സാഹിത്യ ലോകത്തെ സംബന്ധിച്ചും മാത്രമല്ല മലയാള സിനിമയെ സംബന്ധിച്ചും ഏറ്റവും മികച്ച എഴുത്തുകൾ, ഏറ്റവും കിടയറ്റ ക്രാഫ്റ്റ് എം ടി വാസുദേവൻ നായരുടേതായിരുന്നു എന്ന് പറയാം. നിർമാല്യം ദേശീയ തലത്തിൽ അംഗീകാരം നേടിയ സിനിമയാണ്. അങ്ങനെ മലയാള സിനിമയുടെ ചരിത്രമെടുത്താൽ അതിൽ എം ടി വാസുദേവൻ നായരുടെ പേര് ഏറ്റവും മുകളിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ മഹാനടന്മാരുടെ മഹാകഥാപാത്രങ്ങളെ സൃഷ്ടിച്ച എഴുത്തുകാരൻ കൂടിയാണ് എം ടി വാസുദേവൻ നായർ എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ മലയാള സാഹിത്യത്തെ സംബന്ധിച്ച്, മലയാള സാഹിത്യ പത്രപ്രവർത്തനത്തെ സംബന്ധിച്ച്, മലയാള ചെറുകഥാ സാഹിത്യത്തെ സംബന്ധിച്ച്, മലയാള നോവൽ സാഹിത്യത്തെ സംബന്ധിച്ച്, മലയാള സിനിമയെ സംബന്ധിച്ച് എം ടി വാസുദേവൻ നായർ ഏറ്റവും തലപ്പൊക്കമുള്ള, നമ്മുടെ നാടിന്നോളം സംഭാവന ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ കലാകാരനും കഥാകാരനുമാണ് വിടവാങ്ങിയിരിക്കുന്നത്. മധു ചേരുന്നുണ്ട്. മധു, ഈ വിടവാങ്ങൽ എന്നത് നമ്മളെപ്പോഴും പറയും ഇനി ആ വിടവ് നികത്താനാവുന്നതല്ല എന്ന്. എം ടിയുടെ കാര്യത്തിൽ വ്യക്തി എന്നുള്ള നിലയിൽ ആ വിടവ് നമുക്കൊരു കാലത്തും നികത്താനാവില്ല. മാതൃഭൂമിയെ ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുന്നത് പോലെ ആ ഒരു തണല്, വൻമരത്തിൻ്റെ തണലില്ലാതായാലും ആ തണലേകിയ സമാധാനത്തിൻ്റെയും സൗരഭ്യത്തിൻ്റെയും ഓർമ്മകളിലായിരിക്കും ഇനി മലയാളിക്ക് മുന്നോട്ട് പോകാനാവുക. അത് ഏറ്റവും നന്നായിട്ട് ഓർക്കാൻ പറ്റിയ ആള് മദനേട്ടനാണ്. മദനേട്ടൻ്റെ വരകളിലൂടെ മദനേട്ടൻ വരയ്ക്കാൻ ആഗ്രഹിച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. മദനേട്ടൻ്റെ ഗുരുവായ നമ്പൂർ സാറിൻ്റെ കൂടി വരകളിലൂടെയാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ മലയാളിയിലേക്ക് കടന്നു ചെന്നത്. ASൻ്റെയും ഒക്കെ വരകൾ, MV ദേവൻ്റെ വരകൾ. മദനേട്ടൻ ആ വരയുടെ ഇങ്ങേയറ്റത്ത് നിൽക്കുമ്പോൾ മദനേട്ടൻ എങ്ങനെ എം ടിയെ ഓർക്കുന്നു, എം ടിയുടെ കഥാപാത്രങ്ങളെ കാണുന്നു? ഞാൻ ഈ എം ടിയെ കാണുന്നത് പിന്നെ എല്ലാവരും പൊതുജനം മൊത്തത്തിൽ എം ടി രണ്ട് തരത്തിലാണ് കാണുന്നത്. എം ടി വളരെ സാധാരണക്കാരോട് ചിലപ്പോൾ ദേഷ്യത്തിൽ നോക്കും. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കുറച്ച് ദേഷ്യത്തിലാണെന്ന് പൊതുവെ പറയും. പക്ഷേ ഇത്രയും സ്നേഹമയായ ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത് കോഴിക്കോട് വന്നതിന് ശേഷം എം ടിയാണ്. അതായത് ഞാൻ എം ടിയുടെ കൂടെ മാതൃഭൂമി ആഴ്ചപ്പതി പത്രാധിപരായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എഡിറ്റോറിയൽ സെക്ഷനിൽ മീറ്റിങ്ങിൽ ഓരോ ആഴ്ചകളിലും എം ടിയുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. തുഞ്ചൻ പറമ്പിലുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടയ്ക്ക് അവിടെ ഉള്ള സ്കെച്ചുകൾ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എം ടി എന്നോട് വളരെ സ്നേഹമായിരുന്നു. ഓരോ വരയുടെ ഓരോ കാര്യത്തിന് എന്നെ വിളിക്കുമായിരുന്നു എം ടി. ഞങ്ങൾ സാഹിത്യ അക്കാദമിയിൽ എം ടി അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഞാനും സാഹിത്യ അക്കാദമി നോമിനിയായിട്ട് പോയിട്ടുണ്ട്. സാഹിത്യ അക്കാദമി മെമ്പറായിരിക്കുമ്പോൾ അന്നും അതിൻ്റെ ചുമതലകളെല്ലാം അവിടെയുള്ള ആർട്ടിൻ്റെ വർക്കുകളെല്ലാം എന്നെയാണ് എം ടി ചുമതലപ്പെടുത്തിയിരുന്നത്. ജീവിതത്തിലൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു ധന്യനായൊരു മനുഷ്യൻ പോയാൽ വലിയ ദുഃഖമുണ്ട്. അഭിലാഷ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ സംസാരിച്ചിരുന്ന കാര്യം എം ടി ഹരിഹരൻ അടക്കമുള്ള സിനിമകളുടെ കാര്യമാണ്. ഇനി എം ടിയുടെ വരാനിരിക്കുന്ന സിനിമകളുണ്ട്. രണ്ടാമൂഴം 2 ഭാഗങ്ങളായുള്ള സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം ഒരു പിടി കുന്നിക്കുരു, മുത്തശ്ശിമാരുടെ രാത്രി ഉൾപ്പെടെ 6ഓളം ചെറുകഥകൾ ചേർത്ത് എഴുതിയ മറ്റൊരു തിരക്കഥയുണ്ട്. കൽപ്പാന്തം വരാനിരിക്കുന്നു, പെരുമഴയുടെ പിറ്റേന്ന് വരാനിരിക്കുന്നു, കരിയിലകൾ മൂടിയ വഴിത്താരകൾ, ആ കഥയും സിനിമയാകാനിരിക്കുന്നു, ബന്ധനം തുടങ്ങി ഏതാനും ഹ്രസ്വചിത്രങ്ങൾ കൂടി ഇനിയും, കണ്ടങ്കാളി തുടങ്ങി കുറച്ച് ഹ്രസ്വചിത്രങ്ങൾ കൂടി വരാനിരിക്കുന്നു. അഭിലാഷ ഒറ്റ കാര്യം ഈ ഘട്ടത്തിൽ ഓർക്കാനുണ്ട്. എം ടി തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് പറയുമ്പോൾ എം ടി ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യനാണ്, കൃത്യമായി നിലപാടെടുത്തിട്ടുള്ള മനുഷ്യനാണ്. കിണർ എന്ന പേരിലുള്ള ഒരു നോവൽ എഴുതാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പൂർത്തിയാക്കാതെ പോയ ഒരു പ്രോജക്റ്റാണത്. കൂടല്ലൂരിലെ അച്യുതൻ നായരെക്കുറിച്ച് അദ്ദേഹം അതിൽ പലവട്ടം പറയുകയും ചെയ്തു. പക്ഷേ അത് അദ്ദേഹം പൂർത്തിയാക്കിയില്ല. കാരണം അത് പലരെയും വേദനിപ്പിക്കും എന്നതുകൊണ്ട് ആ പ്രോജക്റ്റ് എം ടി തുടരാതിരുന്ന ഒരു കൃതി അതാണ്. ബാക്കി തൊട്ടതെല്ലാം പൊന്നാക്കിയ മറ്റൊരു എഴുത്തുകാരൻ എം ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കേരളം എത്തുകയാണ്.